സർവശക്തനായ ദൈവമേ, അങ്ങ് കനിഞ്ഞു നൽകിയ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്നെയും എനിക്കുള്ളവയെയും അങ്ങേ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. നല്ല യേശുവേ, അങ്ങയുടെ ദാനവും വാഗ്ദാനവുമായ പരിശുദ്ധാത്മാവിനായി ഈ സമയം ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സൂര്യനെ കൂടാതെ ഭൂമിയിൽ വിളവ് ലഭ്യമാകാത്തതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ലെങ്കിൽ ഹൃദയഭൂമിയും ഫലശൂന്യമായിരിക്കും. അതിനാൽ പരിശുദ്ധാത്മാവ് നിറയാനായി ദിവസവും കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പ്രഭാതത്തിൽ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം, ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനായിട്ട് എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. നാളെ പന്തക്കുസ്ത തിരുനാളാണ്. പന്തക്കുസ്തായിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, അവിടുത്തെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, അങ്ങയുടെ ദാനവും വാഗ്ദാനവുമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ കുടുംബത്തെയെല്ലാം ഇപ്പോൾ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധനൊരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. യെശയ്യായുടെ പുസ്തകം 10-ാം അധ്യായം 17-ാം തിരുവചനം. ഓ ദൈവമേ, അങ്ങേ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ നൽകി ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ. ആത്മാവിനാൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവാച്യമായ നെടുവീർപ്പുകളോടെ ഓ എൻ്റെ പരിശുദ്ധാത്മാവേ, ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദുശ്ശീലങ്ങൾക്ക് അടിപ്പെട്ടുപോയ മക്കളെ അതിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ സമയം അവിടുന്ന് വേഗം ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപബോധവും നീതിബോധവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രപഞ്ചത്തിനു മീതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആത്മാവിൻ്റെ ഇടപെടലുണ്ടാകുവാനായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുന്നു. സാമുവേലിനെ ശക്തിപ്പെടുത്തിയ, മോശയെ ശക്തിപ്പെടുത്തിയ, സാംസനെ ശക്തിപ്പെടുത്തിയ, ദാവീദിനെ ശക്തിപ്പെടുത്തിയ, സോളമനെ ജ്ഞാനിയാക്കിയ എൻ്റെ പരിശുദ്ധാത്മാവേ, ശക്തിയായി ജീവനായി ഇപ്പോൾ ഈ സമയം ഞങ്ങളിലേക്ക് അവിടുന്ന് പറന്നിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏലിയായ്ക്ക് തീക്ഷ്ണത കൊടുത്ത ആത്മാവേ, എലീശായ്ക്ക് ഇരട്ടി ശക്തി കൊടുത്ത പരിശുദ്ധാത്മാവേ, പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തി നയിച്ച എൻ്റെ പരിശുദ്ധാത്മാവേ, കഷ്ടകാലത്ത് ജോബിനെ ശക്തിപ്പെടുത്തി ദൈവത്തിൻ്റെ ആത്മാവേ, അടയാളങ്ങളും അത്ഭുതങ്ങളാലും ഇന്നങ്ങ് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലൂടെ സംസാരിക്കണമേ. തിരുവചനത്തിലൂടെ പുത്തൻ ഉൾക്കാഴ്ചകൾ നൽകി ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ, വൻ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഓ പരിശുദ്ധാത്മാവെ അവിടുന്ന് പ്രാപ്തരാക്കണമേ. ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തെ ഇപ്പോൾ ഏറ്റെടുക്കണമേ. എൻ്റെ ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിലും തകർച്ചകളിലും സാമ്പത്തിക പരാധീനതകളിലും ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ, സന്തോഷത്താൽ നിറയ്ക്കണമേ. പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, കരുണ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ, വിശ്വാസം നൽകണമേ. പ്രലോഭനങ്ങളിൽ നിന്നും സാത്താൻ്റെ കുടില തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ. കഠിന പരീക്ഷകളെ അതിജീവിക്കുവാൻ, സഹനങ്ങളെ അതിജീവിക്കുവാൻ, പ്രതികൂല സാഹചര്യങ്ങളിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ ആത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. തീക്കാറ്റയച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മാവിൻ്റെ പ്രവർത്തനം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഇടയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ പരിശുദ്ധാത്മാവേ അവിടുന്ന് ശക്തമായിട്ട് ഇടപെടണമേ, ശക്തിയായിട്ട് ഇറങ്ങി വരണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവേ, ഈ സമയം എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണമേ. എൻ്റെ ഉള്ളിലെ ഇരുട്ടുകളും ഭയങ്ങളും ദുർബലതകളും നീക്കി അങ്ങേ വിശുദ്ധ സാന്നിധ്യം എന്നിൽ നിറച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ പുതു സൃഷ്ടിയാക്കി മാറ്റണമേ. അവിടുത്തെ ആജ്ഞയാൽ എൻ്റെ ആത്മാവിനെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവിൻ്റെ ആത്മാവേ, ഈ സമയം ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സകല മക്കളെയും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ, ഭരിക്കണമേ, നിയന്ത്രിക്കണമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ആത്മാവിനായിട്ട് ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ, 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 നന്ദി, 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 നന്ദി. സ്തുതി, 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 സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഞങ്ങളെ നയിക്കുന്നതിന് പരിശുദ്ധാത്മാവേ നന്ദി. സഹായകനായി എപ്പോഴും കൂടെയുള്ളതിന് ആത്മാവേ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. സ്തുതി, സ്തുതി, സ്തുതി. മഹത്വം, മഹത്വം ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഓരോരുത്തരിലും വന്ന് നിറയണമേ. ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെല്ലാം ആത്മാവേ അവിടുന്ന് ഈ സമയം വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റൂഹായേ വരണമേ, 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 വരണമേ. റൂഹായേ നിറയണമേ, 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 നിറയണമേ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്നു ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളേക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവർത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകാമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും.
നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കുകയില്ല. ഇന്നു ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധിയുണ്ടാകും. നിനക്കൊരിക്കലും അധോഗതിയുണ്ടാവുകയില്ല. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. ദൈവമായ കർത്താവിന് സ്തുതി. ഓ യേശുവേ, ഈ പ്രഭാതത്തിൽ ഉണർന്ന് ഈ വചനമേറ്റു പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, മക്കളുടെ ജീവിതങ്ങളിലേക്ക്, തലമുറകളിലേക്കെല്ലാം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് മാംസം ധരിക്കട്ടെ. ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളിലേക്ക് ഈ വചനത്തിൻ്റെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.